തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയുടെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച നടക്കുമെന്നാണ് അറിയുന്നത്. തമിഴ്നാടിന്റെ കൂടി ചുമതലയുള്ള കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇന്ന് ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട്. വിജയനോടൊപ്പം 9 ക്യാബിനറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടിവിക്ക് നൽകിയ കത്ത് കിട്ടിയെന്ന് ഗവർണർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 108 പേരുടെ പിന്തുണ ഉണ്ടെന്നാണ് കത്തിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളടക്കം പൂർത്തിയാക്കാനുണ്ടെന്നും ആർലേക്കർ വ്യക്തമാക്കി. അതിന് പിന്നാലെയാണ് ഗവർണർ ഇന്ന് ചെന്നൈയിലെത്തുന്നത്. ആദ്യ മത്സരത്തിൽ തന്നെ അപ്രതീക്ഷിത വിജയം നേടിയ ടിവിക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അവിശ്വസനീയമായ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ഡ്രൈവർമാർ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ശുചീകരണ തൊഴിലാളികൾ, ട്യൂഷൻ അധ്യാപകർ, കോളേജ് വിദ്യാർത്ഥികൾ, പച്ചക്കറി കച്ചവടക്കാർ, ചെരുപ്പ് കുത്തികൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തട്ടുകളിലുള്ള സാധാരണക്കാരെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയ് മത്സരിപ്പിച്ച് വിജയിപ്പിച്ചത്. വിജയുടെ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം സാധ്യമായതെന്നാണ് വിലയിരുത്തൽ. DMKയുടെ കോട്ടയായ ചെന്നൈയിൽ പോലും സാധാരണക്കാരായ സ്ഥാനാർത്ഥികൾ അട്ടിമറി വിജയം നേടുന്നത് രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ്. TVK സ്ഥാനാർത്ഥിയും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ കെ വിജയ് ധാമു റോയപുരം മണ്ഡലത്തിൽ നിന്നാണ് അട്ടിമറി വിജയം നേടിയത്. മുതിർന്ന AIADMK നേതാവും 5 തവണ MLAയുമായ D ജയകുമാറിനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടായിരുന്നു 14,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു കയറിയത്. വിജയുടെ മുൻ ഡ്രൈവറും സഹായിയുമായ രാജേന്ദ്രന്റെ മകൻ ശബരിനാഥന്റെ വിജയവും എടുത്തു പറയേണ്ടതാണ്. വീരകമ്പാക്കം മണ്ഡലത്തിൽ നിന്നാണ് ശബരി ഉജ്ജ്വല വിജയം നേടിയത്. വിജയ് ശബരിനാഥനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ അച്ഛനും മകനും പൊട്ടിക്കരയുന്ന വീഡിയോ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. തുടക്കം മുതൽ വിജയ് മക്കൾ ഇയക്കത്തിന്റെ ഭാഗമായിരുന്നു ശബരിനാഥൻ. രാജപാളയത്ത് DMKയുടെ സിറ്റിംഗ് MLA അട്ടിമറിച്ചാണ് TVKയുടെ കെ ജഗദീശ്വർ ചരിത്ര വിജയം നേടുന്നത്. ടെക്സ്റ്റൈൽ വ്യവസായത്തിന് പേരുകേട്ട രാജപാളയം മണ്ഡലത്തിൽ ഇത്തവണ സാധാരണക്കാരെ അണിനിരത്തിയുള്ള വിജയുടെ പരീക്ഷണം ഫലം കാണുകയുണ്ടായി. 8 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് TVK ടിക്കറ്റിൽ ഒരു സാധാരണക്കാരിയായ MR പല്ലവി മത്സരിക്കുന്നത്. ചെന്നൈയിലെ DMK കോട്ടയായ തിരുവിക നഗറിൽ 22,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അവർ വിജയിച്ചത്. 36-കാരിയായ പല്ലവി ആദ്യമായാണ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അരക്കോണം മണ്ഡലത്തിൽ 3 തവണ തുടർച്ചയായി MLA ആയിരുന്ന AIADMKയുടെ മുതിർന്ന നേതാവ് S രവിയെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളി തകർപ്പൻ വിജയം നേടിയ TVKയുടെ V ഗാന്ധിരാജ് ഒരു സിവിൽ കോൺട്രാക്ടറാണ്. വിജയുടെ ആരാധക സംഘടനയുടെ താഴെത്തട്ടിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഗാന്ധിരാജ്. അതേപോലെ തിരുവള്ളൂർ മണ്ഡലത്തിൽ ജയിച്ച T അരുൺകുമാർ ഒരു ഡോക്ടറാണ്. DMKയുടെ സിറ്റിംഗ് MLA VG രാജേന്ദ്രനെ 24,000-ലധികം വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വാഗ്ദാനങ്ങളാണ് വിജയും TVKയും മുന്നോട്ട് വെച്ചിരുന്നത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ ആകൃഷ്ടരായ വോട്ടർമാർ TVKയെ അധികാരത്തിൽ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതലായി ഉയർന്നു കേൾക്കുന്ന ചോദ്യം വിജയ്ക്ക് ആ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയുമോ എന്നതാണ്. പാവപ്പെട്ട വധുക്കൾക്ക് 8 ഗ്രാം സ്വർണവും ഒരു പട്ടുസാരിയും, തൊഴിൽ രഹിതരായ ബിരുദധാരികൾക്ക് പ്രതിമാസം 4,000 രൂപ സ്റ്റൈപ്പൻ, നിർമ്മിത ബുദ്ധിക്കായി ഒരു പ്രത്യേക മന്ത്രാലയം എന്നിവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ. 60 വയസ്സിന് താഴെയുള്ള വീട്ടമ്മമാർക്ക് പ്രതിമാസം 2,500 രൂപ നൽകുമെന്നും TVK പറയുന്നു. കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6 സൗജന്യ LPG സിലിണ്ടറുകളും ഓരോ വീട്ടിലും 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതിയും പാർട്ടി വാഗ്ദാനം ചെയ്യുന്നു. തൊഴിൽ രഹിതരായ ഡിപ്ലോമക്കാർക്ക് 2,500 രൂപയും ITI ബിരുദധാരികൾക്ക് നൈപുണ്യ വികസന പരിപാടികൾക്ക് കീഴിൽ 8,000 രൂപയും ലഭിക്കും. യുവാക്കൾക്കായി 5 ലക്ഷം ശമ്പളത്തോടു കൂടിയ ഇന്റേൺഷിപ്പുകളും അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നു. ഈടില്ലാതെ 20 ലക്ഷം രൂപ വരെ പലിശരഹിത വിദ്യാഭ്യാസ വായ്പകളും പാർട്ടി മുന്നോട്ട് വെക്കുന്നു. 25 ലക്ഷം രൂപയുടെ കുടുംബ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും TVK പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വാഗ്ദാനങ്ങളെല്ലാം യാഥാർത്ഥ്യവും കൈവരിക്കാൻ കഴിയുന്നത് ആണെന്നുമാണ് TVK നേതാക്കൾ പറയുന്നത്. ഈ ക്ഷേമ സാങ്കേതിക വിദ്യാധിഷ്ഠിതമായ വാഗ്ദാനങ്ങൾ സർക്കാർ എങ്ങനെ ഘട്ടം ഘട്ടമായി നടപ്പാക്കും എന്നതാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അതേസമയം 2024-ലെ വിജയിന്റെ ഒരു ഹിറ്റ് ചിത്രമായ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിലെ ഒരു ചെറിയ ക്ലിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത്. പലരും ഇത് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള അഭിലാഷങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മമായ ഒരു സൂചനയായി വ്യാഖ്യാനിക്കുകയാണ്. TN07 CM 2026 എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള ഒരു കാർ വിജയ് ഓടിക്കുന്നതായി ഈ സിനിമയിലെ ഒരു രംഗത്തിൽ കാണാം. ഇപ്പോൾ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ 2026-ലെ മുഖ്യമന്ത്രിയാകാനുള്ള ഒരുക്കത്തിലാണ് വിജയ്.